യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴി വന്നവരാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഇനി കാണാം. ആലുവയിൽ നിന്ന് നേരെ നമ്മൾ വരാപ്പുഴ ബസ് കയറിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. വണ്ടി കറങ്ങി വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറങ്ങിയാണ് വണ്ടി. അന്നേരം നമുക്ക് ഫുൾ സീറ്റിൽ ഒരാൾ പോലും നമ്മൾ ബസ്സിലില്ല. ആലുവയിൽ നിന്ന് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഏരിയകളാണ് കേട്ടോ. ഹാളിൽ എത്തിയപ്പോൾ ഒരു കുട്ടി പോലും വന്നിട്ടില്ല. ഇതാ നമ്മൾ പെണ്ണ് എത്തിയിട്ടുണ്ട്. അതുല്യ ചേച്ചിന്ന് ഞാൻ പറയുന്നില്ല, ആൾക്ക് ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതുല്യ എന്ന് പറയുന്നുള്ളൂ. ചെക്കനും പെണ്ണൊക്കെ അവിടെ എത്തി, രണ്ടാളും കൂടിയിട്ട് ഇനി എൻട്രി ചെയ്യാം. ഓരോരുത്തരും എൻഗേജ്മെന്റ് ഒക്കെ കഴിയണം. ഇനി നമ്മളതൊക്കെ എന്നാണോ എന്തായി കഴിഞ്ഞാലും നമ്മളെ എൻഗേജ്മെന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരെണ്ണത്തിന് ഞാൻ വിളിക്കൂല കേട്ടോ. ഏത് കല്യാണത്തിന് എന്നെ വിളിച്ചാലും ഞാൻ ഫസ്റ്റ് തന്നെ പോയിരിക്കും. വേറെ നല്ല എനിക്ക് ആ ഫസ്റ്റ് ഹാഫ് ക്ലിയർ ആയിട്ട് ഇരുന്ന് കാണണം. അവരോരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ല. എല്ലാവർക്കും പൂ കൊടുത്തതിന് ശേഷം പിന്നെ അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതുല്യം അതുപോലെ വിഷ്ണുവും കൂടിയിട്ട് ആ പൂര് സംഭവത്തിലേക്ക് ഇടും. ഭയങ്കര ഒരു അടിപൊളി കല്യാണമായിരുന്നു. എല്ലാ മതക്കാരെയും നമ്മൾ കുറച്ച് റെസ്പെക്ട്ഫുള്ളി കണ്ടിട്ട് അവരെ ആചാരങ്ങളും അവരെ വിശ്വാസങ്ങൾക്കൊക്കെ കുറച്ച് ബഹുമാനം കൂടി നൽകി കഴിഞ്ഞാൽ ഈ വർഗീയതാന്ന് പറഞ്ഞ സംഭവം നമ്മുടെ നാട്ടിലേ ഉണ്ടാവില്ല. റിംഗ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ എൻഗേജ്മെന്റ് പീസ്ഫുൾ ആയിട്ട് അങ്ങ് കഴിയാണ് കേട്ടോ. ഫാമിലി എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇവരൊക്കെ ജിമ്മേറ്റ്സ് ആയിരുന്നു. പിന്നെ അങ്ങനെ സെറ്റ് ആയിട്ട് ലവ് ആണെന്നാണ് പറയാ. ഇനി അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി നമുക്ക് എന്തായാലും ഫുഡ് അടിയിലോട്ട് കിടക്കാം. നെയ്ച്ചോറ് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരൊറ്റ ബിരിയാണി വെച്ചിട്ട് കാര്യം കഴിക്കില്ല. പക്ഷെ ഇവിടെ ചിക്കനും നെയ്ച്ചോറും പിന്നെ എന്തൊക്കെയോ വെറും ചോറിന് വേറെ ഒരുപാട് മാങ്ങക്കറി അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങൾ. ഫുഡും നമ്മളെ കല്യാണ ടീം പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസും പരിപാടിയൊക്കെ എടുത്തതിന് ശേഷം ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൈമാറുന്നത് കാണാം. ഇവരുടെ ഒരു ഡിജിറ്റൽ ഫോട്ടോ ഇതുപോലെ ഫ്രെയിം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്തല്ലോ, അവരുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത വൈബ് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ടാറ്റി നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കണം. മംഗളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്ടത് ഒരു പ്രാവശ്യമെങ്കിലും വരണം. ചത്തട്ടെ പിന്നെ പുറത്തിറങ്ങി.